രാഹുവിൻ്റെ ഒരു ദശാകുട്ടം കാണുന്നുണ്ട്. രാഹു എന്ന് പറഞ്ഞാൽ ആരാ? സർപ്പരാജ അല്ലേ? അതുകൊണ്ട് ഈ പെരമശ്ശേരി ക്ഷേത്രമില്ലേ, ഇതൊക്കെ അറിയില്ലേ? അവിടെ വൈകുന്നേരം 5 മണിക്ക് ചെയ്യുന്നൊരു കർമ്മമുണ്ട്, ശബരിവാര സർപ്പപരിഹാര പൂജ. അത് ഇതിൻ്റെ ഈ സന്താനത്തിൻ്റെ ജന്മനക്ഷത്രത്തിൽ അങ്ങനെ ഒരു ഫലം ലഭിച്ചു. നാഗുമായിട്ട് ബന്ധപ്പെട്ട എന്തൊരു പ്രയാസമുണ്ട് നമ്മുടെ കുടുംബത്തിൽ, ഇപ്പം കാണുന്നുണ്ട്. ഒന്ന് അന്വേഷിച്ചൊക്കെ നമുക്ക് ചൂട് അന്വേഷിക്കാൻ വേണ്ടി പോട്ടെ, ബാക്കിയുള്ള കുറിച്ചിടത്തും കാണുന്നുണ്ട്. അണ്ടാ ശ്രമത്തെ ആരോഗ്യത്തിൽ മാറ്റി ക്ഷതപ്പെടുത്താതെ എന്താ പറയുന്നത്? എന്താ പറയുക? പദങ്ങളെ ഈ നിദ്രയിലും ജീവിതത്തിലും അല്ലേ? അല്ല വിധങ്ങൾ നിദ്രയിലും ജീവിതത്തിലും പ്രയാസം നിൽക്കുന്ന അനുഭവങ്ങളൊക്കെ അല്ലേ? ഈ ഉറക്കത്തിന് ഭംഗം വരുന്ന കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഈ ഒരു അനുഭവത്തിൽ അങ്ങനെ ഒരു കാര്യങ്ങളുണ്ട്. ശബരിവാര സർപ്പം അഡാ ഇതിരിക്കുന്നൊരു പരമം ചെയ്തു ബ്രഹ്മാവിൻ്റെ ഒരു ആയുഷിനും ചിത്രഗുപ്തനെ എഴുതിയിരിക്കുന്ന കാവലായിട്ട് നല്ലതായിട്ട് അഡാ വിളിച്ചേക്കുന്ന ഫലം പോലെ പ്രാർത്ഥിക്കാറില്ല. ഇങ്ങോട്ട് നോക്കും. പ്രാർത്ഥിക്കാറില്ല മുത്തപ്പന, പ്രാർത്ഥിക്കാറില്ല മുത്തപ്പനാന്ന് അല്ലേ? ധനത്തിൽ ലക്ഷ്മിയായിട്ട് വിദ്യയിൽ സരസ്വതിയായിട്ട് മഹാരോഗം ദരിദ്രമായിട്ട് നിരന്തരീക്ഷിക്കേണ്ട യോഗഭാഗ്യം മുത്തപ്പന കാര്യം ശിരസിൽ വെച്ചിട്ടുണ്ട്. പൈതങ്ങളെ സർവാനുഗ്രഹം മുത്തപ്പന നമുക്ക് കൊടുത്തപ്പോഴല്ലേ നമുക്ക് എല്ലാ പ്രയാസങ്ങളും ദുരിതങ്ങളും തെറ്റും കേട്ടാ. ജീവിതത്തിലേക്ക് നല്ലൊരു യോഗഭാഗ്യം മുത്തപ്പന നമുക്ക് കൊടുക്കും.